ഒരു 10 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ വാട്ടർഫാൾസിലേക്ക് എത്താം. അപ്പോൾ എന്നൊരു നഷ്ടം തോന്നില്ല. ഇവിടെ ഒക്കെ ഇറങ്ങും ചെയ്യുക. അതും നിലം നോക്കിയാണ് ക്രിസ്റ്റൽ വെള്ളം. പിന്നെ ഇവിടെ പറഞ്ഞാൽ കടൽ മീനില്ല, ഫുള്ള് ഇങ്ങനത്തെ കട്ടിലകളും അങ്ങനത്തെ ഓരോ ഐറ്റംസ് മീനുകളാണ്. ഇവിടുത്തെ വേറൊരു തരം യന്ത്രമാണ്. അങ്ങനെ പോന്ന് തട്ടി ആണ് വന്നിട്ട് പതിയാണ് ഇവിടെ. വാ നീ എത്തിച്ചണ്ട് കിടന്നുറങ്ങുക. എന്നാൽ പിന്നെ ഒരു സുബഹിക്ക് നീച്ചിട്ട് പിന്നെ ഒരു 8 മണിക്ക് നീച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആട്ടെ, ഉഷറാട്ടെ. നാളെ നോമ്പ് എല്ലാവരും. ഹലോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ എണീറ്റു 2:30 ആക്കുള്ളൂ. വെട്ടിയുണ്ട് കിളിമാരി ഇങ്ങനെ കൂടും. ഗുഡ് മോർണിംഗ്. മെയ്സിലൊരു തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. നമ്മൾ ഓട്ടോ യാത്ര ഇന്നലെ രാത്രി ഛത്തീസ്ഗഡിലാണ് എത്തിപ്പെട്ടുള്ളത്. പിന്നെ ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് 2 ദിവസം മുന്നേ പോകുന്ന അന്ന് തന്നെ ഇവിടുന്ന് നമ്മളൊരു മലയാളി ടീംസ് മലപ്പുറം ചേളാരിലുള്ള ഒരു ഹോട്ടൽ നടത്തണേ നമ്മളൊരു ചെക്കൻ വിളിച്ചിരുന്നു. എന്തായാലും ഈ റൂട്ട് വരികയാണെങ്കിൽ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പിന്നെ ചേളാരിയാന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും മികച്ച 2 വലിയ വാട്ടർഫാൾസൊക്കെ ഇവിടുന്ന് 19 കിലോമീറ്റർ ഉള്ളൂ. കറക്റ്റ് റൂട്ടുകളും ഡിസ്റ്റൻസുകളൊക്കെ ഉള്ള കറക്റ്റ് രീതി നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് പഠിച്ച ഭാഗ്യത്തിന്. അങ്ങനെ ഇങ്ങോട്ട് വന്നാണ്. ഇവിടെ ഇതായിരുന്നു നമ്മളെ റൂം. ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റൂംസ്. പകൽ വിഷ്വൽ നമ്മളെ പഴയ ടച്ച് നൊസ്റ്റാൾജി അടിക്കും റൂമൊക്കെ. ഓരോ വർക്കേഴ്സ് നീൻ്റെ റൂമാണ്. അപ്പോൾ നമ്മൾ ശിവരാത്രി ആയിട്ട് പോയതാണ് അതിൽ. അപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇവിടുത്തെ ബിൽഡിങ്സുകളൊക്കെ ഫുള്ള് ഇങ്ങനെ. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അതാണ് ബിൽഡിങ്ങിൻ്റെ ഓണർ. ആ പോണ് ഇതല്ലേ ചായ കുടിച്ചങ്ങ് പോവാണ്. അയാളെ റൂമാണ് ഇപ്പോൾ ഇത് അയാൾ ഇവിടെ നിൽക്കണത്. ഇത് മൊത്തം മൂപ്പരുതാണ് ഈ കാണുന്നത് ഫുള്ള്. ഇത് ഫുള്ള് ഇനി അങ്ങോട്ട് കൊണ്ടിട്ടോ. ഇത് ഫുള്ള് മൂപ്പര് വാടക കൊടുത്തിക്കുക. അതാണ് പരിപാടി. ഇന്ന് പോയി വെക്കാം. ഇതാണ് മൂപ്പര് റൂം. ഈ കാണുന്നത് ഇതാണ് മൂപ്പർ റൂം. അയ്യവാ ഛത്തീസ്ഗഡ് തെരുവോരങ്ങൾ. അങ്ങനെ റോഡിലോട്ടെത്തി. ഇതാണ് നമ്മളെ കട. കണ്ടില്ലേ? ഇതാണ് നമ്മളെ ചെറുക്കൻ്റെ ഫാദർ. ചെറുക്കൻ ഇവിടെ ഉണ്ടാവും. രാവിലെ തന്നെ വന്നുകൂണോ അറിയില്ല. ഇവിടെ കേരള ബിരിയാണി സെൻ്ററാണ് കേട്ടോ. ഉണ്ടല്ലേ? ആഗുണ ചെക്കൻ പുറത്ത് ചാടി. പോയൊക്കെ നമുക്ക് ഇവിടെ കേരള ടൈപ്പിലുള്ള ബിരിയാണി. എന്നാലും നമ്മളെ കേരള ടൈപ്പിൽ നമ്മുടെ മലബാർ ടൈപ്പല്ല. ഇവിടുത്തെ ഒരു സ്റ്റൈല് വേറെ. പക്ഷെ ഇവിടുത്തെ ഒരു സ്റ്റൈലും നമ്മളെ കേരള തൃശ്ശൂർ കൊച്ചി സ്റ്റൈലും പാടെ കൂട്ടിയിട്ടുള്ളൊരു സാധനമാണ് ഇവർ മേക്ക് ചെയ്യണത്. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണത്. ആശാന്മാരുള്ളിലാണ്. കണ്ടില്ലേ? കണക്കിന് തൊളിച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ എന്തിനുള്ളതാണ്? ബിരിയാണിക്കുള്ളല്ലേ? ചിക്കൻ തീരുന്നതിനനുസരിച്ച് അപ്പോൾ പിടിച്ച് വെട്ടി വെക്കേണ്ട ആവശ്യമില്ല. മസാല ബിരിയാണിക്കുള്ളേ മസാല ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇവിടുത്തെ ബിരിയാണീൻ്റെ സ്റ്റൈല് കുറച്ച് വരാം. അതായത് നമ്മളെ തൃശ്ശൂർ കൊച്ചി കോട്ടയം സ്റ്റൈൽ ബിരിയാണി കാരം ഇവരുണ്ടാകും. കാരണം അത് നമ്മുടെ മലപ്പുറം സ്റ്റൈലിലെ ബിരിയാണി ഇവർക്ക് ഉണ്ടാകാൻ കഴിയാത്തതുകൊണ്ടല്ല. ഇവിടുത്തെ ബിരിയാണീൻ്റെ മിക്സും നമ്മളെ നാട്ടിലെ ബിരിയാണീൻ്റെ മിക്സും കൂടെ ഉള്ളൊരു പരിപാടിയാണ് കേരള ബിരിയാണി ഇവിടുത്തെ. അല്ലാഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എല്ലാ നാട്ടിലും അങ്ങനെയുള്ള ആ നാട്ടിലെ ആളുകൾക്ക്. ഇപ്പോൾ ചിലവരൊക്കെ പറയും ചെന്നൈയിൽ എന്തുകൊണ്ട് മന്തി ഇല്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പല ഏരിയകളിലും കേരള ബിരിയാണി പറഞ്ഞിട്ട് കൊടുക്കുന്ന ബിരിയാണി നമ്മളെ മലപ്പുറം ബിരിയാണി ഇല്ല. അതെന്തുകൊണ്ട് മലപ്പുറം ബിരിയാണി വെക്കണില്ല എന്നുള്ളത് എന്താ വെച്ചാൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണി കൊടുക്കണം.
അപ്പോൾ ഓൽക്ക് നമ്മളെ ബിരിയാണിനോട് താല്പര്യമില്ല. നമ്മൾ പറയും നമ്മളെ നാട്ടിലത്തെ ബിരിയാണിയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനതിന് ചിന്തിക്കണം എന്താ വെച്ചാൽ ഓരോരുത്തരെ ഓരോ ഏരിയക്കും കൾച്ചറിനും ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് അനുസരിച്ചാണ് ഇവർ ഫുഡ് മേക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മളെ ഹൈദരാബാദിക്ക് വന്നപ്പോഴാണ് നമ്മളെ ബിരിയാണി നമ്മളെ ഫുഡൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്ത് ഫുഡ് ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മളിപ്പം പിന്നെ കുറച്ച് വാട്ടർഫോൾസുകളും ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയില്ല. ചിത്രക്കോട് പിന്നെ രണ്ടിടത്തും പോകുന്നുണ്ട്. 150 കിലോമീറ്ററല്ലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ചിത്രക്കോട്ട് 41. പിന്നെ അവിടുന്ന് മറ്റടുത്ത് പോകുമ്പോൾ എവിടെ ഇബ്രും വരുമ്പോൾ ഇതവിടെ. ഇവിടെ എന്താ വെച്ചാൽ ഇത് മാവോയിസ്റ്റിൻ്റെ ഏരിയ ഉണ്ട്. അത് നമ്മൾ എടുത്തെടുത്ത് പറയണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളുള്ള ഒരു ഏരിയയാണ് ഛത്തീസ്ഗഡിലെ നക്സലൈറ്റുകൾ. അതുകൊണ്ട് നമ്മൾ പൂരന വൈക്കല കംപ്ലീറ്റ് ആർമിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ രാത്രി ഉള്ളേരികൾക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള ആദ്യം ഓർഡർ ഉണ്ട്. ഇവർ അങ്ങാടി കൂടെ പോരാ. പകൽ ഉള്ളേരി കൂടെ ഒക്കെ പോകാൻ പ്രശ്നമൊന്നുമില്ല. രാത്രിയാണ് ഇവർ ഇറങ്ങുക, മാവോയിസ്റ്റുകൾ ഇറങ്ങും. അതിപ്പോഴല്ല, അതിനൊരു മാസക്കണക്കൊക്കെ ഉണ്ട്. ചില മാസങ്ങളിലാണ് ഇത് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ പ്രത്യേക ഓർഡർ ഇടും ഇവർ. അവിടെ ഇവിടെയൊക്കെ ബോംബ് വയ്ക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ ബീഫിന് ഇവിടെ ഭയങ്കര പ്രശ്നമല്ലേ? എങ്ങനെ ബീഫിൻ്റെ പേരെന്നെ ഇവിടെ പറയാൻ പാടില്ല. പറഞ്ഞാൽ വിട്ടു. ആ ലെവലിലാണ് ഇവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ചിക്കനും മട്ടനും ഉള്ളു. ഇവിടെ ബീഫിൻ്റെ പേര് പറഞ്ഞാൽ മട്ടൻ ഇവിടെ 800-900 വിലയുണ്ട്. ചിക്കന് 1000-250-300 ലെവലിലൊക്കെ ചിക്കനും വരും. എനിക്ക് തോന്നുന്നു ഈ ചിക്കനൊക്കെ റേറ്റ് കൂടാൻ കാരണം ഇവിടെ ബീഫും ഇല്ല, മീൻ ഇവിടെ പച്ചയും കിട്ടാൻ വലിയ പണി. പച്ചയും കിട്ടാൻ വലിയ പണിയാണ്. കാരണം എന്താ വെച്ചാൽ ബീച്ച് സൈഡ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടുന്ന് ബീച്ചിക്ക് പോകാൻ അത്യാവശ്യം നല്ല ലോങ്ങാണ്. അത് ഒരു സ്റ്റേറ്റിൻ്റെ ഉൾഭാഗത്താണ് ഛത്തീസ്ഗഡ്. ഒറീസൻ്റെ ഉള്ളിൽ ഇത് നിൽക്കണതുകൊണ്ടേ അതൊരു വൻ സീനാണ്. ഇവിടെ വേറെ ഒരുത്തൻ എന്താക്കണോ, ഉള്ളി വലിച്ചണോ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ 2K കിഡ്സ് നമ്മളൊരു ലക്ഷ്യം കൂടെയാണിത്. അതായത് ഇങ്ങനത്തെ 2K കിഡ്സ് ഇൻട്രോവേർട്ടാൾ നമ്മൾ പുറത്തേ അടിക്കുക എന്നുള്ളതും കൂടെ. ഒരുത്തൻ കണ്ടില്ല ഞങ്ങൾ വെട്ടിയത് 5 ഇതാണ്. വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ആൾക്കാരോട് സംസാരിക്കാതെ ക്യാമറൻ്റെ മുന്നിലേക്ക് വരാതെ മണ്ണ് ചവിട്ടാതെ ഈ നടക്കും. അപ്പോൾ വെട്ടും ചെജ്ജും തലയും പോവും, സകലതും ഉണ്ടാവും. നേരെ തിരിച്ച് അന്ന് ഇതൊക്കെ ചെറുപ്പത്തിൽ ചേലാക്കണം. അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു വിഷയം. ഞാൻ ഇപ്പം ഇന്നിപ്പോൾ അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ. കാരണം എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ കാരണം ഞാൻ ഇപ്പോൾ ഇവനുദ്ദേശിച്ച് പറഞ്ഞാലോ കേട്ടോ. ഓൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഓന് ക്യാമറ ഒരു മടിയാണ്. അപ്പോൾ അതെ അതിനെ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ ഞാനീ പറഞ്ഞ വിഷയങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇവർക്ക് ലോകം എന്താണെന്ന് അറിയില്ല. ഈ പൈസ അവിടുന്ന് കടം വാങ്ങിക്കാണ്ട് ചെത്തി പൊളിച്ച് നടക്കുക വണ്ടിമ്മൽ അത് ഇതെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ലോകം എന്താ അറിയില്ല. പക്ഷെ ഇതിൽ നമ്മളെ സിസ്റ്റത്തിന് ഒരുപാട് പങ്കുണ്ട്. അതായത് നമ്മളെ ഗവൺമെൻറ്റിന്. കാരണം നമ്മൾ പഠിപ്പിക്കണ സിലബസ് ഇപ്പോൾ എന്താണ് CO2 ഓക്സിജൻ്റെ അളവും പറഞ്ഞ് ഉത്തർക്ക് കെമിസ്ട്രി ഫിസിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മനുഷ്യന്മാർക്കറ്റ ജീവിതത്തിൽ ഉപകരിക്കണമില്ല ഇന്ന് വരെ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ട്രാഫിക്കിൻ്റെ നിയമം അല്ലെങ്കിൽ ഒരാളെ സ്വഭാവം എങ്ങനെ മോൾഡ് ചെയ്യാം, ഒരാളെ ക്യാരക്ടർ വലുതാവുമ്പോൾ എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു സിലബസിലും പഠിപ്പിക്കണില്ല. ഇവിടെ എപ്പോഴും CO2 H2O നോക്കിയാൽ നിങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോ എന്താ CO2 എന്നുള്ളത്? അവിടുന്ന് ഇങ്ങോട്ടൊരു കോണിട്ടാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു കോണിട്ടാൽ ഇതിൻ്റെ അളവ് എത്ര വല്ല പിടുത്തുണ്ടോ? ഒന്നേ വരെ ജീവിതത്തിൽ ഉപകരിച്ചുണോ? ആകണു ചിരിച്ചു കുത്തിറക്കണു. കാരണം എന്താ, മൂപ്പർക്ക് ഉപകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ കെമിക്സും ഫിസിക്സൊക്കെ ഈ സ്കൂളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത്? എടുത്ത് ഒഴിവാക്കിക്കാണ്ട് ഇനി പഠിപ്പിക്കേണ്ടത് നമ്മളെ സർക്കാർ പഠിപ്പിക്കേണ്ടത് ഇതാണ്. ട്രാഫിക് എങ്ങനെ വണ്ടി ഓടിക്കാം ട്രാഫിക്കിലൂടെ, അല്ലെങ്കിൽ ഒരാളെ ക്യാരക്ടറിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താം, ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ലതായിട്ട് ക്വാളിറ്റി പെരുമാറാം. അത് പറഞ്ഞപ്പോൾ 2 വലാലാൾ ഇവിടെ വന്നിക്കണു. മറ്റേ കൊട്ടന്തേങ്ങിൽ ഇതിട്ടാൽ മതി. കമണ പരിപാടി എന്താണ് പരിപാടി? ഫുഡ് കഴിക്കണ്ടേ? നെയ്സ് ചായ പിടിച്ചിട്ട് പോവല്ലെന്നാ? അത് ഓനൊന്നും ഐശ്വര്യം തന്നെ വരെ കുളിച്ചല്ലേ പിന്നല്ലേ? എന്താണ് കണ്ടോ ഇപ്പം നമ്മൾ ചുവപ്പ് പായത്തിന് എന്തായി? ഓന് മനസ്സിലായി ക്യാമറ എന്തായാലും വെക്കുന്നുള്ളത്. ആ മൂപ്പര് അയക്ക് അലിഞ്ഞു ചേർന്നു. നാളെ സ്വന്തമായിട്ട് മൂപ്പര് വ്ളോഗ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പരിപാടി. അല്ലാതെ ഇതിനൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ചങ്കള നമ്മളെ പിന്നെ പോളുള്ള പരിപാടിയിലാണ്. ഇത് നൈസിൽ ചായ കുടിച്ചാണ്ടേ
നമ്മളിങ്ങനെ സംസാരിക്കണതൊക്കെ പറഞ്ഞാലേ നമ്മളുടേതായ രസങ്ങൾ കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊന്നും നിങ്ങൾക്ക് പരിചയങ്ങളൊന്നും ഉണ്ടാവില്ല. രസമായിട്ട് ഇങ്ങനെ നമ്മളങ്ങനെ പറയും ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സിലബസിനെ കുറിച്ച് നമുക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ ആയിപ്പോണത്. പിന്നെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെയൊക്കെ തന്നെ ഇനി പോകുള്ളൂ. ഇതിനെ പ്രതികരിച്ചതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. പ്രതികരിച്ചാലും അതിന് ഇതുണ്ട്. അപ്പം അങ്ങനെ ആട്ടെ. പിന്നെ കുറച്ച് ആൻസി വെക്കും. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ചെറിയൊരു നൈസിൽ ചായ കുടിച്ച് നമ്മൾ ചിത്രക്കോട്ട വാട്ടർഫോൾസിക്ക് പോകാനുള്ള പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 44ഓളം കിലോമീറ്റർ പോയിട്ടാണ് ചിത്രക്കോട്ട വാട്ടർഫോൾസ് കിട്ടുക. ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ട്രൈബൽസ് ഏരിയയാണ് ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ജനവാസമൊക്കെ കുറവാണ്. നല്ല ചേരികളും ഉള്ള നമുക്ക് വരുമ്പോൾ എന്തായാലും ഇവരെ ചേരികളിലൊക്കെ ഒന്ന് കരുതി ഇവിടുത്തെ സിസ്റ്റംസൊക്കെ ഒന്ന് പഠിക്കണം. ഒക്കെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ സ്ട്രൈറ്റ് റോഡാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ക സ്ട്രൈറ്റ് റോഡ്, നല്ല റോഡാണ്. വലിയ കുണ്ടും കുഴികളൊന്നും ഇല്ല. റബ്ബറൈസർ അല്ല, എന്നാലും ഇവിടുത്തെ ഒരു സൈഡ് വ്യൂ എന്ന് പറയേണ്ടത് ഇതാണ്. ഉണ്ടല്ലേ, അങ്ങനെ പെരന്ന് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. തമിഴ്നാട് ആന്ധ്രാപ്രദേശിൻ്റെ ഒക്കെ ഒരു കൾച്ചറാണ്. നെല്ലുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ കൃഷി. ചിത്രക്കോട്ട വാട്ടർഫാൾസിക്ക് പൂർണ്ണ വെയിലാണ് ഇപ്പോൾ. ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്, ചിത്രക്കോട്ട മഹോത്സവം എന്ന് പറഞ്ഞിട്ടേ. അതിൻ്റെ നമ്മളെ നാട്ടിലത്തെ മാതിരി തന്നെ യന്ത്രഊഞ്ഞാലും സകല പരിപാടി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓരോ വെറൈറ്റി സംഗതികളുണ്ട്. നമ്മളെ നാട്ടിലത്തെ മാതിരി ഒന്നും വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഇവിടെ. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. നോക്കി കിടക്കണ നോക്കി, അതാണ് അവസ്ഥ. ഇപ്പോഴും പല കച്ചവടക്കാരും ഉണ്ട്. ചില കച്ചവടക്കാരൊക്കെ പൂട്ടിക്കാണ്ട് ഇതാകണു, ചട്ടിയും പാത്രമൊക്കെ എടുത്ത് പോകണു. ഇവിടെ മെയിനായിട്ട് ആർമീസ് ഫുൾ സെക്യൂരിറ്റി അവർക്ക് എല്ലായിടത്തും ഉണ്ട്. കാരണം ഇവിടെ ഈ മാവോയിസ്റ്റുകളെ ഇതുണ്ടായതുകൊണ്ടേ ഓരോ കച്ചവടങ്ങൾ കാണിച്ചു തരാം. ഇതാകണു ചിക്കൻ്റെ കച്ചവടം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചിക്കൻ്റെ കച്ചവടം, കണ്ടില്ലേ? ഇത് ചിക്കൻ്റെ എന്തോ ഒരു ഡിഷാണ്, പാർട്സ് ഇല്ലേ, ചിക്കൻ്റെ പാർട്സ്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതൊന്നിപ്പോൾ ഞമ്മക്ക് കഴിക്കാൻ തോന്നൂല, കാരണം അങ്ങനത്തെ ലെവലാണ് ഇവരൊക്കെയാണ് ഇത് ഉണ്ടാക്കണതും. ഒരു വൃത്തിയൊന്നും ഉണ്ടാവില്ല. ചിക്കനൊക്കെ തോലൊളിച്ച സ്ഥലം നോക്കി, ഇതാണ്. ഇവിടെ കുടിവെള്ളം ഇവിടെ നിന്നാണ് എടുക്കണത്, ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് ഇവിടെ നിന്നാണ് കുടിവെള്ളം എടുക്കണത്. അതിൻ്റെ ഫുഡ് കോർട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഫുഡ് കഴിക്കണമെങ്കിൽ ചെമ്പും ബിരിയാണിയൊക്കെ ഫുള്ള് റെഡിയാക്കിയിട്ടേ ഇവിടുന്ന് പോവാണ് ഇവർ. അതായത് ഈ കച്ചവടം എന്ന് പറയുന്നത് 1 കിലോമീറ്ററോളം ഉണ്ട്. 1 കിലോമീറ്റർ ഒന്നും ആവില്ല. അതിപ്പോൾ എൻ്റെ ഒരു എൻഡാണ്. ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടേ എൻഡിക്കെന്നാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കാരണം അവിടെയൊക്കെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഇതാക്കണം പലചരക്ക് ഇവിടുത്തെ ഓരോ തരം ഡിഷുകളാണ്. നോക്കി, ഇതൊക്കെ ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ഡിഷുകളാണ്. ഇത് ഒക്കെ ഇവർക്ക് നമ്മൾ ക്യാമറ പിടിക്കണൊക്കെ ഒരു അത്ഭുതമായിരിക്കും. കാരണം ഇവിടെ ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ്, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതാണ് ഇവിടുത്തെ അത്രയും എപ്പോഴും ഒരു 15-20 കൊല്ലം ബാക്ക്. ഇവിടുത്തെ കൊല്ലം പറഞ്ഞു, ഇവിടുത്തെ മലയാളികളെന്ന് പറഞ്ഞ് ഇവിടെ ഒരു 15-20 കൊല്ലം ബാക്കൊക്കെയാണ്. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഉള്ളൂ. ഔലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഔലൊക്കെ, പഴം. ഈ സൈഡിൽ ഇതാക്കണം ചെരുപ്പും കച്ചവടം. ഇവിടെ എന്താ വെച്ചാൽ ഹിന്ദിയാണ്, പക്ഷേ ഇവരൊരു ബാരിയർ ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. അംശമുണ്ട്, ഇവരൊരു പ്രാദേശിക ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. ചെരുപ്പും കച്ചവടമൊക്കെ പൊടി ചെരുപ്പും കച്ചവടം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇന്നലെ ഇനി എന്താ പറഞ്ഞ ഇവിടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് എന്താ ഇവിടെയൊക്കെ ആർമികൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആർമികളൊക്കെ ഇവിടെയൊക്കെ കച്ചവടത്തിൻ്റെ ഒരു ഓരോരുത്തർ കടന്നുറങ്ങണം.
മക്കളെ കാരണം ഫാദറൊക്കെ ഇന്നലെ രാത്രി ഇന്ന് രാത്രി പരിപാടിയാണ് സംഗതി. അപ്പോൾ ഇന്നലെ രാത്രി 3 മണിക്കൊക്കെ ഇത് പരിപാടി കഴിഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ടോട്ടലി കുറേ കച്ചവടം ഇതാ. ഈ ഗ്രൗണ്ട് മൊത്തം കച്ചവടമാണ്. കുറേ കച്ചവടം പോയിട്ടുണ്ട്. എന്നാലും അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ കച്ചവടം ഉണ്ട്. ഓരോ ടീം ഇതാക്കണം കെട്ട് കഴിച്ചലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ അമ്മ ഇവിടുത്തെ ഒരു ഓർഡർഷയാണ് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ലോഡ് കയറ്റി നോക്കി അതിൻ്റെ ഒരു ലുക്ക് നോക്കി. ഏത് മോഡലാണാവോ അത്? ആർമീസ് നോക്കി. ഇവിടെ എനിക്ക് മനസ്സിലായൊരു സംഭവം എന്താ അറിയോ, ഇവിടെ എന്താ വെച്ചാൽ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ്. വളരെ കുറവാണ്. കുട്ടികളൊക്കെ ഉള്ള ഇവിടെ കച്ചവടത്തിനൊക്കെ. ഇന്നിപ്പോൾ സംഗതി സൺഡേ ആണ്. പക്ഷേ ഇവിടെ ഇവരൊക്കെ നമ്മൾ അന്വേഷിച്ച് ഇവർ പറഞ്ഞതാ, ഇവിടെ എല്ലാവരും ഇങ്ങനെ മുഖം കെട്ടിയാണ് നടക്കണത്. കുറേ ആൾക്കാർ. എന്താ സംഭവം അറിയില്ല, ചോദിച്ചു നോക്കണം. നമുക്ക് അറിയണ കാര്യങ്ങളാണ് നമ്മൾ പറയണതേ. നമുക്ക് ഡീറ്റെയിൽ ചോദിക്കണതിനൊക്കെ ഇവിടെ ലിമിറ്റ് ഉണ്ട്. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു ക്രൂവൽ മൈൻഡുള്ള ആളുകളാണ്. ചിലപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ വരും, നഞ്ഞത്തേക്ക് വരും. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇപ്പം പറഞ്ഞു എൻ്റെ ഇവിടെ വിദ്യാഭ്യാസമൊക്കെ വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാലറി എന്നൊക്കെ പറഞ്ഞതേ, ഒരു കടയിലൊക്കെ ഒരു ചെക്കൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ 5000 റുപ്യൊക്കെയാണ്. അതായത് 150 റുപ്യ 200 റുപ്യൊക്കെയാണ് ഇവിടെ സാലറി കിട്ടുള്ളൂ മീനിൻ്റെ പരിപാടിക്ക്. പിന്നെ ഇവിടെ പറഞ്ഞാൽ കടൽ മീനില്ല, ഫുള്ള് ഇങ്ങനത്തെ കട്ടിലകളും അങ്ങനത്തെ ഓരോ ഐറ്റംസ് മീനുകളാണ്. ഇവിടുത്തെ വേറൊരു തരം യന്ത്രമാണ് കത്തി. ഇവിടെ പുഴ മീനുകളാണ് അധികം. ബീച്ച് സൈഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ കൈക്കലും പുഴ മീനാണെന്നാണ് പറഞ്ഞത്. ആ ഭാഗത്തേക്ക് കൊണ്ടിട്ട കടകളെ അങ്ങോട്ട് ഒരുപാട് കടകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് ആണുങ്ങൾക്ക് ഒരു കടയിലൊക്കെ നിന്നാൽ 5000 റുപ്യൊക്കെയാണ് മാസമ്പളാണ്. അത് ടോപ്പാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലാവുമ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിൽ 600-700 റുപ്യ ഇട്ടാലും ഇവർക്ക് വലിയ കിട്ടില്ല. കാരണം ഇവർക്ക് ഇവിടെ 150 റുപ്യാണ് കിട്ടണത്, 150-200 റുപ്യ. സ്ത്രീകൾ 12 മണിക്കൂർ അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലില്ല. രാവിലെ 8 മണിക്ക് വരെ രാത്രി 8 മണി വരെ. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മിനിമം ഡ്യൂട്ടി 12 മണിക്കൂർ. ഇവിടെ എങ്ങനെയാണ് ഇവരെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇവിടെ എല്ലാവരും സ്ത്രീകൾ വർക്കിന് ഇറങ്ങും. അവർക്കും തന്നെ 150-200-250 ഹെവി പണിക്ക്. അതായത് പടുവിനൊക്കെയാണ് ഇവിടെ പിന്നെ 400-500. നമ്മളവിടെ 1000-1500 ഉള്ള സമയത്ത് ഇവിടെ 400-500ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോയേക്കല്ലേ. അങ്ങനെ നമ്മൾ ചിത്രക്കോട്ട വാട്ടർഫോൾസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതാണിപ്പോൾ ഇവിടുത്തെ ഇത് മേലെ ഹെഡ്. അതായത് വാട്ടർഫോൾസ് മേലെന്നാണ് ഇത് കാണുക. ഇതിപ്പോൾ നിലവിൽ ഛത്തീസ്ഗഡിൽ ചിത്രകോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടമാണ്. നമ്മളെ ആതിരപ്പള്ളിനെ വെല്ലും എന്നൊക്കെയാണ് പറയണത് കേട്ടോ, വെള്ളമുള്ള സമയത്ത്. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വ്യൂ നമ്മൾ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നല്ല. ഉണ്ട് കേട്ടോ, ഓപ്പുണ്ട്. നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ വ്യൂ. അയ്യവാ ഓനെ പൊളി. ഞാൻ വാട്ടർഫോൾസുമൊക്കെ നമ്മൾ അത് കാണിച്ചു തരാം. വാട്ടർഫാൾസ് നിങ്ങൾക്ക് അത്ര ബ്യൂട്ടിയിൽ നമ്മൾ കാണിച്ചു തരണമല്ലോ. ഇവിടെ ഇതൊക്കെ ഹെഡ് ലൈറ്റാണ് കേട്ടോ. വലിയ ഫ്ലഡ് ലൈറ്റുകളുണ്ട്. ഓക്കെയാണ്. അതിൽ സഞ്ചാരം ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കോണി സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇറങ്ങാൻ. അതിലൂടെ കോണി സ്റ്റെപ്പ് ഉണ്ട് ആ ഭാഗത്ത് കൂടെ. അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. നോക്കിയാണ് ഞാൻ എൻ്റെ വാട്ടർഫാൾസുമൊക്കെ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇതാണ് എൻ്റെ പരിപാടി. അയ്യവാ പൊളി. ഇതിവിടെ കൊട്ടം വേനൽക്കാലത്താണ് ഇപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി. മഴക്കാലത്ത് അപ്പോൾ എന്തേ കാരണം ഇത് ടോട്ടലി ഇത് ചാടും. മനസ്സിലായി? മഴക്കാലത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് ചാടുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി എന്തേ കാരണം ഒരു രക്ഷയുണ്ടാവില്ല. അവിടെ നിന്നൊക്കെ കൊഴിഞ്ഞാടിയാലും ഒരു രക്ഷയുണ്ടാവില്ല. അത് വേറെ വിഷയം. അടിയിൽ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. കിടിലം ഏരിയയാണ്.
അങ്ങനെ ഏകദേശം സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഗെയ്സ്. നടന്നു നോക്കിഞ്ഞ് നല്ല മണലാട്ടോ ഇവിടെ താഴെ. ഇത് പോയാണ് കണ്ടില്ല, പിന്നെ മണലാണ്. കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആൾക്കാർ ഇപ്പോഴേ ഉണ്ട്. മാവോയിസ്റ്റിൻ്റെ ശല്യം കൊണ്ട് കാര്യം ഇവിടെയും ഫുള്ള് ഇതുപോലെ നിൽക്കണം. ആർമി ഉണ്ട്. ആർമി ഫുൾ സ്ഥലത്തും ചെക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അപകടങ്ങളും എല്ലാം ഇല്ലാത്ത ഏരിയ തോന്നുന്നു. കാരണം ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ട് മേലെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡേഞ്ചറൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും നിർത്താനായിക്കൂലല്ലോ. പിന്നെ ആതിരപ്പള്ളിയൊക്കെ ഫുൾ ബാരിക്കാടല്ല, അനങ്ങനെ ആയിക്കൂലല്ലോ. അവിടെ പിന്നെ അങ്ങനത്തെ ഡേഞ്ചർ ഉണ്ടാവില്ല. ആളുകളും ആ ലെവലിലേക്ക് നിൽക്കുമായിരിക്കും. അതുകൊണ്ടേക്കാരം കുളിക്കാനുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കണവരൊക്കെ ഉണ്ടോന്ന് കേട്ടോ. കച്ചവടം എന്താക്കണോ, പുഴയിലാണ് ഇപ്പോൾ കച്ചവടം നടത്തുന്നത്. ഒരു രക്ഷയില്ല. അവിടെ വെള്ളത്തിലാണ്. ഇവിടെ പുറത്തുതാ പുഴയിൽ കച്ചവടം. ഇവിടെ നിന്നാണ് ശരിക്കും വാട്ടർഫോൾസിൻ്റെ കറക്റ്റ് ബ്യൂട്ടി കിട്ടുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. അയ്യവാ, അത് നോക്കി നിങ്ങൾ. ഏതാ ബ്യൂട്ടി. പൈതൃകമാണ് ഇതൊക്കെ, പൈതൃകം, പ്രകൃതിയുടെ പൈതൃകം. നോക്കിയതിൻ്റെ ഒരു ചൊറുക്ക് ഇമ്പം കുത്തുകയെന്നൊക്കെ പറയല നമ്മൾ. തന്നെ രണ്ട് ബോട്ടുണ്ട് അതിന് ഇവിടെ. അവിടേക്ക് പോയാവോ, എന്താ റേറ്റ് ആവിന. അല്ല നാച്ചുറൽ വള്ളയക്കാരട്ടതേ ഒക്കെയാണ് ഈ ചെക്കന്മാർ കുളിക്കണൊക്കെ ഉണ്ട്. ഫോട്ടോസ് എടുക്കണതാക്കണം അവിടെയും ഇവിടെയും. ഇബ്രും ജാവി എന്താക്കണം ഇവിടെ തെണ്ടി തിരിഞ്ഞ് ഫോട്ടോസ് എടുക്കണു. ഭയങ്കര വെയില, അപ്പോൾ കട്ട വെയില. എന്നാലും ഇത് നേക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇത് കുറേ കയറാനും കുന്നും മലയും കയറാനൊന്നും ഇല്ല. അങ്ങാടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ വാട്ടർഫാൾസിലേക്ക് എത്താം. അപ്പോൾ എന്നൊരു നഷ്ടം തോന്നില്ല. ഇവിടെ ഒക്കെ ഇറങ്ങും ചെയ്യുക. അതും നിലം നോക്കിയാണ് ക്രിസ്റ്റൽ വെള്ളം പറഞ്ഞാൽ ക്രിസ്റ്റൽ വെള്ളം. നല്ല മണലുമാണ്, ചളി പൂണ്ട പരിപാടിയില്ല. ഇനി തോണി ഐറ്റംസ് ആണെങ്കിൽ അതും ഉണ്ട് ഇവിടെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. കച്ചവടവും ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഒരാൾ പോണോക്കി. ₹50 ഇതിന് റേറ്റ് ഇട്ടാ പോണതാ. ഒരാൾക്ക് ₹50. പക്ഷെ അത് ഏറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചീപ്പ് റേറ്റ് ആണ്. വളരെ ചീപ്പ് റേറ്റ്. കാരണം ഇത് കംപ്ലീറ്റ്ലി റൗണ്ട് അടിക്കും. ആ ഫുള്ള് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിൽ കൂടെ വരെ പോവും. എന്നിട്ട് അവർ റിട്ടം അരമണിക്കൂർ എന്തായാലും ഉണ്ടാവും യാത്ര. അരമണിക്കൂർ ₹50 ഒരു നഷ്ടമില്ല. അങ്ങനെ നമ്മളെ വഴിയിലിങ്ങനെ ഇറങ്ങിക്കണ്. ഇവിടുത്തെ ഗ്രാമങ്ങൾ നമുക്കൊന്നിങ്ങനെ സന്ദർശിക്കാം. ഒക്കെയാണ്. ഇതാണ് ഇവിടുത്തെ പടിവ്. അതായത് സൈഡ് കെട്ടാണ് ഈ കാണുന്നത്. മതിൽ സാധാരണ നമ്മളവിടുത്തെ മതിൽ ഇവിടുത്തെ ഇതാണ്. ഇവിടുത്തെ വീടുകൾ നോക്കി. ഇതാണ് ഇവിടുത്തെ വീടുകൾ. മനസ്സിലായില്ലേ? ഒരാൾ ഇതാ നിൽക്കണേ. കേരള ട്രാവലിംഗ് ഫോട്ടോ ട്രാവലിംഗ് യൂട്യൂബ് വീഡിയോസ്. ജസ്റ്റ് വിസിറ്റ്. പ്രോബ്ലം ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ. എന്താണ് ഇവരെ ഇവിടെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ എന്നാലും കാരണം ഇവർക്ക് ലാംഗ്വേജ് പിടുത്തല്ല. ഉണ്ടല്ലേ പോലെ വീടിൻ്റെ ഭംഗി സ്ട്രക്ചർ നോക്കി. ആ മണ്ണുകൊണ്ട് തേച്ച സംഗതികളൊക്കെയാണ്. ഇതിൻ്റെ ഇതാണ് പോലെ ഗേറ്റ് ഉണ്ടല്ലേ. കോലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കും. മൂപ്പരിപ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാരറ്റ് വെച്ചപ്പേ നമ്മളെ കൂടെ കഴിഞ്ഞ ഭാഷയിൽ കൂടെ ക്യാരറ്റ് വെച്ചപ്പോൾ ആ കയറിക്കോളിന്നും പറഞ്ഞു. നോക്കിയാണി പല വീടൊക്കെ
പാട്ടൊക്കെ ടച്ച് കിട്ടോ ഒരു രക്ഷയില്ല. പൊളി. പക്ഷെ ഇതിലൊക്കെ ഈ കടന്നുറങ്ങാൻ ഒരു പ്രത്യേക ഫീലേ കയറട്ടോ. പ്രത്യേക ഫീലേ കയറും. അവിടെ എന്തോ ഓരോ ഇടവഴിയൊക്കെ നോക്കി. അത് പറഞ്ഞിട്ട് കാര്യമില്ലേ, നിങ്ങളില്ല ഞാൻ പണി പാടും. ഓക്കെ നിങ്ങൾ വരും. അത് നമ്മളവിടെ പോയില്ല, കാരണം മൂപ്പരാണ്ട് വരില്ല പറഞ്ഞു. നമ്മളാണ് പറഞ്ഞേക്കണം. അപ്പം നമ്മൾ ചിലപ്പോൾ പോയാലേ പണിയാവും. ആരാണോ ചോദിച്ചാൽ പെട്ടിയില്ലേ, വരാനും കൊടുത്തല്ല. പുറത്തു കൂടെ പോയി നോക്കാം നമുക്ക്. പശുക്കളതാ, മാടുകളതാക്കണം അവിടെ. ഇതൊക്കെയാണ് വരെ. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വെക്കുക. ഏതായാലും ഇവിടെ മറ്റേ പഴയ പൈപ്പും കുറ്റി ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മളെ പാട്ട് കേട്ടിട്ടുണ്ട്. ഒക്കെ മതിലുകൾ നോക്കിയാണ്, ഫുള്ള് ഇങ്ങനത്തെ മതിലുകളാണ് എല്ലായിടത്തും. ഒരു സൈക്കിളാരനാ പോകണം. അവിടെ ഒരു പരിപാടി എടുക്കാട്ടോ, കല്യാണം എന്തോ ആണ്. അയ്യാനി ഇവിടെ എന്തോ കല്യാണ പരിപാടി തന്നെയാണ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരം ആഘോഷമല്ലേ. വേണ്ടോക്കി ആ വീട് കല്ലുകൾ നോക്കി ചേർത്ത് അങ്ങനെ വെച്ചുണ്ടാക്കിക്ക. അതിൻ്റെ ഒരു ഭംഗി നോക്കി. ഇത് നേരിട്ട് കാണാൻ ഇതിലിപ്പോൾ നിങ്ങൾ വീഡിയോ കാണില്ല. ആറെ ചെറുക്കുക. അവിടെ ഒരു വീട് തന്നെ ഉണ്ടാക്കി നോക്കി, മതിൽ നോക്കി. അതായത് റൂം തന്നെ അങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചുണ്ടാക്കിക്ക. ഒരു കുട്ടി അത് അവിടെ നിന്ന് വരുന്നു. ഇതിൻ്റെ മേൽക്കൂര നോക്കി, ഒക്കെ തന്നെ ഇങ്ങനത്തെ ഷീറ്റ്. ഇത് കല്ലാണ് സംഗതി, ചെത്തിയ കല്ലുകൾ. ഇവിടെ നമ്മളെ വാട്ടർഫാൾസിലൊക്കെ കണ്ടില്ല, ഒക്കെ ഇത് അവിടുന്ന് ചെത്തിയെടുക്കണേറാണ്. അങ്ങനത്തെ ഓരോ സ്ഥലത്ത് നിന്ന് ചെത്തിയെടുക്കണേറത്. ആശാനായിരിക്കണു. പോയി ടാറ്റ. നമ്മളെ വണ്ടി അതാ ഇപ്പുറം ചാവിന്ന് ഇറങ്ങിയില്ലോണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പലചരക്ക് കട. ഇതാണ് ഇങ്ങനെ തട്ടിക്കുട്ടി സെറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കിക്കുക. സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേണ്ടില്ല അതുപോലുള്ള വേറൊരു മിറ്റം. ഇതിലൊക്കെയാണ് കടന്നുറങ്ങണ്ടേ. ഒരു രക്ഷയുണ്ടാവില്ല. അജാതി ചൊറുക്കരുത്. ആ മിറ്റൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി നോക്കി. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ കുത്തിർന്നാലേ പ്രത്യേക പുളിമരാണ് കേട്ടത്. പോയോക്ക. അങ്ങനെ നമ്മളേ വാട്ടർഫാൾസിൽ നിന്ന് പോകുന്നു. ഗ്രാമീണത്തിൽ കൂടെ ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇവിടെ തിരാഗഡ് വാട്ടർഫാൾസും ഇവിടെ ഒരു ഗുഹ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എടക്കൽ കേവ് എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ഇവിടെ അതുക്കും മേലുള്ള വലിയൊരു ഗുഹയ്ക്കുള്ള റോഡാണിത്. അല്ലേ ഇവിടെ ഇത് ചെറിയ തൊട്ടടുത്താണ്. ഇത് ആ ഗുഹയ്ക്കുള്ള റോഡും നേരെ പുറത്ത് ഇതാണ് തിരാഗഡ് വാട്ടർഫാൾസിലുള്ള റോഡ്. ഇത് രണ്ടും കിടിലൻ സംഭവമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മലയാളിനെ പരിചയപ്പെട്ട് നമ്മളെ കൊല്ലത്തുള്ള നമ്മളെ മലയാളിനെ പരിചയപ്പെട്ട്. നിങ്ങളുടെ പേരെന്തേനി? പ്രമോദ് മാത്യു. എവിടെ നാട്ടില്? കൊല്ലത്ത്. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ? നമുക്കെന്ന് പറഞ്ഞാൽ 40-45 വർഷം പ്രായം. എൻ്റെ 45. അന്നേ നിങ്ങൾ ഇവിടെ ഉണ്ട്? ഫാദർ ഇവിടെ ജോലിയായിരുന്നു, ഗവൺമെൻറ് ജോബായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏതാ വണ്ടി? നിങ്ങളെ വണ്ടി ഏതാ? കിടക്കുന്നത് ഇവിടെ ടവേറയും കൊണ്ട് വന്നേ. ബാക്കി വണ്ടികളുമുണ്ട്. 2-3 വണ്ടികൾ ഇങ്ങോട്ടും എല്ലാം പോയിട്ട് എല്ലാം ടാക്സി കൊടുക്കുന്നു. അപ്പം ഞാൻ ഈ ബംഗാളി ടൂറിസ്റ്റുകളെ കൊണ്ട് വന്നേക്കുക. ഇവിടെ മെയിൻ എന്തൊക്കെയാണ് കാണാൻ? ഇതേ ഉള്ളു. തീരത്ത്ഗഡ് വാട്ടർഫോൾ, കുതുംസർ കേവ്, ചിത്രകൂട് വാട്ടർഫോൾ, ഇന്ത്യൻ നായകര ചിത്രകൂട് പോയായിരുന്നു. അവിടെ പോയി. അതല്ല ഇന്ത്യൻ നായകര എന്ന് പറഞ്ഞിട്ട്? ഇന്ത്യൻ നായകര എന്നാണ് പറയുന്നത്. അതും നല്ല വലിയ വാട്ടർഫോൾ. ഇപ്പം ഒക്ടോബർ-നവംബറിൽ വന്നാൽ നല്ല പീക്ക് സീസൺ കാണാം. 2300 rupees. 3 പേർക്ക് സംതിങ് 2300. ഒരു ജിപ്സി മൊത്തം കൊടുക്കും.
അത് ഈ 6% അറൗണ്ട് ഒരു ജിപ്സി. അതുപോലെ ഷെയറിങ് കിട്ടിയ ആരെങ്കിലും 3 പേര് ഇനി കിട്ടിയ അങ്ങനെ ഞങ്ങൾ 3 പേര് ജിപ്സിയിൽ പോവാണെങ്കിൽ 2000 ജില്ലാനോ 2000 കേവിന് പൈസ ഇല്ല ഗുഹക്ക്. അതിൽ തന്നെ അല്ല എനിക്ക് ഇത് ഗവൺമെന്റ് പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് 2500 റുപ്യ. ഹെവി റേറ്റാ. ഈ ജിപ്സിയിൽ കൊണ്ടുപോകും. എത്ര കിലോമീറ്റർ പോകണ്ട്? 10 കിലോമീറ്ററേ ഉള്ളൂ. ടോട്ടൽ 30 കിലോമീറ്റർ പോകും. हाँ जी ടോട്ടൽ 30 കിലോമീറ്റർ. आ रहा हूँ पहुँच रहा हूँ. चलिए बैठे. ഓക്കെ ആണ് ശരി. അങ്ങനെ നമ്മളെ തിരാഗഡ് വാട്ടർഫോൾസിന് പോണതിന് മുന്നേ കുറച്ച് പയം വാങ്ങി. എത്ര അതിന്? ചക്കപ്പായത്തിന് 20 റുപ്യ. ചക്കപ്പായത്തിന് 20 റുപ്യേ? 20 റുപ്യ. പിന്നെ കുക്കുംബറിന് പുളി. ഇതിനെത്ര കുക്കുംബറിന് എത്ര? 3 പീസിന് 80. ഇനിയിപ്പോൾ അതന്നെ 3 പീസ് ആക്കണമെന്നുള്ളതും അറിയില്ല. ഉപ്പ് മുളക് ഇട്ടാണ് തരും. ഇവിടെ വാളംപുളി ഉണ്ട്. നോക്കണോ? ഇത് 3 പീസാണ്. അത് കാണിച്ചിനോ? വാളംപുളി വാളംപുളിക്ക് എത്ര? इसका कितना? വാളംപുളിക്ക് എത്ര? 10 റുപ്യ. 10 റുപ്യല്ലേ പുളി? ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ നാടൻ സെറ്റപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട്. 10 റുപ്യ. വെള്ളമല്ല അത് ഇതെന്താ ചോളാണ്. അപ്പോൾ ഇതിനവിടെ നോക്കണം. വണ്ടിമ്മക്ക് ഒരു 3-4 വണ്ടി കാണാൻ. അങ്ങനെ കേസ് നമ്മളേ ആ ജംഗ്ഷനിൽ നിന്ന് നേരെ തിരാഗഡ് വാട്ടർഫോൾസിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ബ്രോത ഷൂട്ട് ചെയ്യുന്നു, ജാവ്യത വണ്ടി ഓടിക്കുന്നു. ഫുൾ കാടാണ് ഈ വാട്ടർഫാൾസിൻ്റെ 2 സൈഡ്. വാട്ടർഫാൾസിൽ പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഇത്. കണ്ടില്ലേ? കംപ്ലീറ്റ് കാട്. മറ്റേ മാവോയിസ്റ്റാൾ വിലങ്ങനെ ഇട്ടാൽ തീർന്നു ഇവിടെ. ഒന്നും ചെയ്യാനില്ല. ബാക്കിയുള്ളൊക്കെ പോലെ ചെയ്തോളൂ. കംപ്ലീറ്റ് കാട്. ആര് 6 കിലോമീറ്റർ പോകണം. നെഞ്ചിൻ്റെ ഉള്ളിക്ക് വെടിൻ്റെ ഉണ്ട കയറും. ഇത് കണ്ടാൽ തന്നെ ഇവിടെ മാവോയിസ്റ്റുകൾ ഒളിഞ്ഞിരിക്കണവർക്ക് തോന്നും നമുക്ക്. ഇപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നത്തെ എടുത്ത് കാട്ടാല്ല. ആ ലെവല് കാട്. പക്ഷെ അത് മഴക്കാലത്ത് നല്ല ബ്യൂട്ടിയൊക്കെ ആയിട്ടതേ ഒരു രക്ഷയുണ്ടാവില്ല. ഒക്കെയാണ് മഴക്കാലത്ത് ഇവിടെ അങ്ങനെ ഫുൾ പച്ചപ്പിലിങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു 6 കിലോമീറ്റർ പോകാണ്ട് പോയി വെക്കാം. അതാ അങ്ങനെ ഏതായാലും നമ്മൾ തിരാഗഡ് വാട്ടർഫാൾസ് വന്നിക്കാം കേട്ടോ. 50 റുപ്യാണ് ടിക്കറ്റ്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് അവിടെ സൈൻ ചെയ്യുക, നേരെ പോരുക. അതുകൊണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് വാട്ടർഫാൾസ്. അവിടെയാണ് നമ്മൾ ഇറങ്ങി നോക്കാന്ന് പറഞ്ഞല്ലേ? അവിടെയാണിത്. പോയി നോക്കാം നമുക്ക്. ഞാൻ അത്യാവശ്യം ഇറങ്ങാണ്ട് കേട്ടോ. ഇന്ന് കണ്ടൻറ്റ് എനിക്ക് തോന്നുന്നു ഇന്നും ഇപ്പോൾ പറഞ്ഞ പോലെ 10-50 മിനിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അയ്യവാ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സൗണ്ട് കേൾക്കുന്നുണ്ട്. അതന്നെ നമ്മളെ മേലെ നിന്നുകൊണ്ട് അവിടെ ഇറങ്ങി നോക്കണം പറഞ്ഞില്ലേ? അവിടെ തന്നെയാണ് വാട്ടർഫാൾസ്. പൊളി പൊളി. കുറേ ഇറങ്ങാണ്ട് കേട്ടോ. നമുക്ക് അടിയിലേക്ക് എത്തിയിട്ട് കാണാം. അയ്യവാ അതിൻ്റെ ചൊറുക്ക് നോക്കിയാൽ വാട്ടർഫാൾസിൻ്റെ തട്ടായിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ വരുന്ന നോക്കി ഇവിടെ അതിൻ്റെ ഒരു ഭംഗി. നേരെ വന്നിട്ട് ഇതികം ചാടാണ്. ഏതാല്ലേ എമ്മാതിരി ഹൈറ്റാണ് പറയുന്നത്. നമുക്കേ താഴത്തേക്കൊന്ന് പോയി നോക്കുക. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗത്തെത്തിട്ടോ. ഇവിടെയൊക്കെ ക്യാമറ റെൻറ്റിന് കൊടുക്കുന്ന പരിപാടികളും കച്ചവടവും ചെറിയ രീതിയിലുള്ള സെറ്റപ്പുകൾ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല വകുപ്പുണ്ട്. ചില്ലറല്ലത്. എത്താപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് റബ്ബേ ഈ കാണണം. ഇത് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ചെറുതായി തോന്നും. ഹെവിയാണ്. നിങ്ങൾ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് വലിയ കുയ്യാണ്. ഇത് മഴക്കാലത്ത് ഒരു 1.5 അനുഭവകാരം. ഇവിടെ നിന്ന് തുടങ്ങും ചാട്ടം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കി അടിക്ക് നോക്കി അപാര കുയ്യാണ് അടിക്ക് ഈ കാണുന്നത്. ഇവിടെ ഒരു പാലം കയറി വെക്കുക. അവിടെ നോക്കും ഡ്രോണിൽ ഷൂട്ടിങ് നടത്തണോ ടീംസ്. ഓരോരുത്തർ ഇതാക്കണോ, ഓരോരുത്തർ ഇതാ ഫോട്ടോ എടുക്കണേ ആണ്. നോക്കിയാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഭംഗി.
ഇവിടെ നിന്നാണ് തുടങ്ങണത്. അങ്ങനെ 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 പോകുന്നത് തട്ടി 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 ആണ് വന്നിട്ട് പതിയാണ് ഇവിടെ. ആ വാ, ഇനി ഇതിൽ കൂടെ അങ്ങനെ കയറിപ്പോയി അപ്പുറത്തു നിന്നുള്ള വ്യൂ ഉണ്ട് കേട്ടോ. വാ, ഇതൊക്കെയാണ് നിങ്ങൾ നേരെ പുറത്ത് വാട്ടർഫാൾസിൽ തൊട്ട് ചാരി അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത്രയും വലിയൊരു ബിസിനസ് വേറെ ഇല്ലല്ലോ. ഇങ്ങനത്തെ ഒരു വലിയ കുന്നിൻ്റെ മേലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ടൂറിസത്തിൻ്റെ മേലെ ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചാൽ അമ്മാതിരി കളക്ഷനല്ലേ. എന്താ ചെയ്യുക, ഇബ്രും ചാവ് ചെയ്താക്കണം അഴുകണം. എന്തൊരു വണ്ടി ഇവിടെ ഇതാക്കണോ വെറൈറ്റി ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. ആ പോസോക്കി നാക്കിലൊക്കെ അന്ന് ചെറിയ ചെറിയൊക്കെ ചിരിച്ച് ഇതാണ് നിൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള മാക്സിമം വ്യൂ കേട്ടോ. അല്ലാ, ഇനി വല്ലാണ്ട് തെറിച്ചാലോ. ഇന്ന് കുളിക്കണം ഇവിടെ നേരെ കയറ്റി. ഇവിടെ വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ, എപ്പോഴാണ് അത് കണ്ടത്. എന്താകുന്നുണ്ട് മുഖംമൂടിയാൾ നോക്കിയാണ് മാരക സ്ഥലം. ഒരു കിടങ്ങ് മരിയില്ലേ അവിടെ കുളിക്കണ നോക്കിയ ആൾക്കാർ, അവിടെ ആൾക്കാർ കുളിക്കണം. വേറെ ഫോൺ വെക്കാൻ തന്നെ വീഡിയോ ഉണ്ട്. ഒട്ടെങ്ങാനും കൊയിഞ്ഞാടിയ കാറ്റ് പോയി പോണ്ട്. എന്നാടെ പോയോക്കല്ലേ മോനെ. ഇത് കോണി സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴല്ല സംഭവം മനസ്സിലായത്. ഇതൊരു 1.5 ലോകം ഉണ്ട് കേട്ടോ. ഒരു KGF എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചില്ലറ വാട്ടർഫാൾസ് അല്ലത്. ഇത് എനിക്കോണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വലിയ വാട്ടർഫാൾസുകളിലൊന്നും. ഇതൊക്കെ വെള്ളച്ചാട്ടമാണ്, തല്ലങ്കും പലങ്കും ചാടുകയാണ്. പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ഓക്കെയാണ്, അവിടെയൊക്കെ ആൾക്കാരുണ്ട്, ഒക്കെ ഓരോ ചാട്ടങ്ങളാണ്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കണത് ഒരു വാട്ടർഫാൾസിൻ്റെ മേലെ നിന്ന് വേണമെങ്കിൽ പറയാം. ഇതാക്കണോ കണ്ടില്ലേ, അവിടെ ഒരു ചാട്ടം ചാടണതാ. ഇതിപ്പോൾ ഇത് നിൽക്കണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒരു അടിപ്പം പ്ലേസ് ഉണ്ട്. ഇവിടെ കൊണ്ട് ചാട്ടം അടിക്കുകയാണ്. ഇത് നമ്മളൊക്കെ വീഡിയോസിലൊക്കെ കണ്ടൊരു വാട്ടർഫാൾസ് തന്നെയാണിത്. ഇത് ഇവിടെ അടിയിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലമുള്ളത് മനസ്സിലായത്. ഇതൊക്കെ ഇതൊക്കെ മറ്റേ പണ്ടത്തെ രാജാക്കന്മാരെ കോട്ടമാതിരി പടച്ചുണ്ടാക്കി വെച്ചാളല്ലേ, അല്ല പ്രകൃതി ഇന്ന് ആളുകൾ ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ. ഇത് കുളിക്കാനുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഇവിടെ ഇതിപ്പോൾ അതിൻ്റെ ആ മെയിൻ വാട്ടർഫാൾസിൻ്റെ താഴത്തു നിന്നാണ്, അല്ല മേലെ നിന്ന് അടിക്കുക ഇടണാണ്. ഏതാണ് മുതൽ അത് നോക്കി, ക്രിസ്റ്റൽ വെള്ളം, അതിൻ്റെ ഒരു ചൊറുക്ക്. അതൊക്കെ കുളിച്ചാണ്ടല്ലോ, കുളിച്ച മാരുണ്ടാവും. ജാവി ബ്രുത അവിടെ കാണില്ല. അവിടെ ഇതാക്കണോ കണ്ടാ, തലക്ക ഒന്ന് കൊടി വീസണോ ആ വലാലാള്. ഇപ്പം എങ്ങനെ അവിടെ എത്തി? അപ്പുറത്തൂടെ അടി ഉണ്ടാവും. വരെ അങ്ങനെ നമ്മളേ വള്ളത്തിൽ ചാടി വാട്ടർഫാൾസ് ഒക്കെ കണ്ട് വെള്ളത്തിൽ ചാടി കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നേരം അങ്ങനെ നല്ല പൈസ തിന്നിട്ട് ചെന്നു. ഒരു എന്താ സാധനം എന്താ ബ്രോ? കടായി പനീർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. നാളെ ഞാൻ നോമ്പല്ല, അതിന് മുന്നേ നല്ല എന്തെങ്കിലും ഒരു ഡിഷ് കഴിക്കാറിച്ചു. അതിക്ക് പാകിസ്ഥാനി റൊട്ടിയിലാ ഇതാണ് റൊട്ടി. ഇതാണ് സാധനം കടായി പനീർ. നല്ല രസമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണ പറഞ്ഞേ? നമ്മളെ പാലിൻ്റെ പനീർ പാല് പൊട്ടിച്ചിട്ട് നെയ്യ് ഒക്കെ അപ്പം അതിനകത്ത് പനീർ പാല് നമ്മൾ നല്ല തിളപ്പിച്ചിട്ട് അതിൽ നാരങ്ങ ഇട്ടു.
ആണ് നിങ്ങൾ പാല് പൊട്ടുമല്ലോ. ആ എന്നിട്ടത് തോർത്തുമുണ്ട് പോലത്തെ ഒരു കീല് കെട്ടും. കീല് കെട്ടിയാൽ ആ വെള്ളം ഇങ്ങനെ ചോർന്ന് പോവുകയും ചെയ്യും. ആ ഊറി നിൽക്കുന്ന വെള്ളം അതുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കണം. കാരണം ഇവിടെയൊക്കെ പാൽ ഇഷ്ടം പോലെ കിട്ടാണ്ടല്ലോ പേരിക്കോടെ. പാലിപ്പോൾ ഒരു ദിവസം എത്രയാണ് നമ്മൾ യൂസ് ചെയ്ത് പോവുക, സ്റ്റോർ ചെയ്യുക എന്നുള്ള വേറെ തോന്നും. അപ്പം ഇങ്ങനെ ആക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറികൾക്ക് ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ചങ്കാളെ രാത്രി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നേരെ വന്നിട്ടേ വാട്ടർഫോൾസൊക്കെ കണ്ട് നേരെ വന്നിട്ട് അങ്ങോട്ട് ഒരു കടത്തം കിടന്ന് കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എഡിറ്റ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഫുഡ് കഴിച്ചെന്ന് കിടക്കണം. നാളെ ഏതായാലും നോമ്പല്ലേ, ഇൻഷാ അല്ലാഹ് നോമ്പ് നമ്മൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ സാധാമാതിരി റൺ ചെയ്യും. ഒരു 100-150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓടിയിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേന് നമ്മൾ എൻഡാക്കും. പിന്നെ ചെറിയ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് 6-6:30 ആകുമ്പോഴത്തേന് നോമ്പ് തുറക്കുന്ന പരിപാടികൾക്ക് 1-2 സ്ഥലങ്ങൾ ചിലപ്പോൾ ഇറങ്ങലുണ്ടാവുള്ളൂ. നോമ്പ് ഫുള്ള് നോൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളെ ഗസ്റ്റായിട്ട് നമ്മളെ താമസിപ്പിച്ചതിൻ്റെ ഹോട്ടൽ അവരെ വക തന്നെയാണ് ഫുഡുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ അയ്യാ നിന്നാകെ ഇതിപ്പോ എന്താ ഷവായ ഉണ്ടെന്നാ നമ്മൾ ഷവായ കേട്ടോ, സ്പെഷ്യൽ ഷവായാണ്. സ്പെഷ്യൽ ഷവായ, ഛത്തീസ്ഗഡൻ ഷവായ. ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരിക്കല്ലേ നമ്മൾ ആശാമാരിതാ. എന്നാ കഴിക്കുക. എന്തേ അവൻ എന്താ ഇരുട്ടത്ത് മറ്റേ തുടങ്ങിയ മാതിരി? क्या चाहिए तेरे चौन ദുനിയ? ഓൽക്കുന്നാലേ എന്നാ കഴിക്കൂ. ജിലേബി ലഡുവും കഴിക്കൂ. മയോണൈസ് ഇതാക്കണു. അടികൾ അടി. കറി ഇതാക്കണം ഇവിടെ. നല്ല റൈസാണ്, നെയ്ച്ചോറിൻ്റെ അരി. നല്ല ഷവായ ഇതിലും മുക്കുക. ഒരു അടിയുണ്ട്. ഇവിടെ എന്താ കറിയൊക്കകത്ത്? എരു സീനാണ് ഇവിടെ. ഫുഡ് കഴിച്ചു, സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചു, ബെഡ് നീക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, കിടക്കുന്നു. കമോൺ നോക്കിയാനി ഓന് മടി, ക്യാമറ ഓണാക്കാവോന് മടി. എന്നാ പിന്നെ അവൻ തീരുമാനാക്കണം. നമ്മളെ പൊതുവെ അങ്ങനെ തീരുമാനാക്കണം. ഞാൻ കടന്നിട്ട് പൊത്തിൻ്റെ ഒരു തള്ളാണ്ട് പട നടുവിലിരുന്നിട്ട് ഏതാണ് ഒരു രസാ. ഇവിടെ ഒരുത്തെന്താ കടുത്തം കഴിഞ്ഞു ഗേഴ്സ്. എങ്ങനെ ഇന്നലൊക്കെ കൊതുവേ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒട്ടി പിടിച്ചാണ്ടായിരുന്നു. ഇന്നിപ്പോ ആ കൊതുകളൊക്കെ ഒന്ന് ഞാൻ എന്റെ ഫുള്ള് വിരിച്ചിനു ഇത് ഇന്നലെ. ഇത് ഓല് വാങ്ങിയതാ? അതങ്ങനെ വെച്ചാൽ മതി. അത് അങ്ങനെ കുടിക്കാൻ മതി. ഇത് ഓല സാധനക്കാരല്ലേ? ആടതാ. അപ്പൊ അടി കൂടെ ഇതില്ലേ? അതല്ല അയ്യോ അല്ല അപ്പൊ അടി കൂടെ കേറൂല? ഓട്ടം ഇല്ലാത്തോണ്ട് ഉള്ളിൽ കൂടെ കേറില്ല.
ഇത് 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 ഫ്രഷ് പുതിയതാണ്, ഒരു 5000 കൊല്ലം പഴക്കമുള്ളൂ ഇതിന്. അതെ, അതിൻ്റെ ഒരു ഇത് കമ്പനി പെയിന്റ് എപ്പോഴും ഉണ്ട്. ഞാൻ അതിങ്ങനെ പിടിച്ച് കൈയോടെ കെട്ടിക്കാളെ ബ്രോ, നിന്റെ കാൽമ കെട്ടാൻ നിക്കല്ലോ. ഇതൊന്നും ഉറങ്ങിയിട്ട് എവിടെയും നോക്കി അല്ല, അത് നിങ്ങളെ രണ്ടാൾ കാൽമത്തിന് കിട്ടിയാൽ പോരെ. നിങ്ങൾ ഏതായാലും നീണ്ടിരുന്നല്ല കിടക്കപ്പോ വലിഞ്ഞിക്കൂലേ. ഇപ്പുറത്തെ 2 കയറ് രണ്ടാളെ കജ്ജുമ്പലും. ഞാനും ആ പയർക്കമ്മ 3 അടിച്ച് വെക്കരുതിട്ടോടെ പറഞ്ഞരാ. നാളത്തെ നോക്കുമ്പോ ഘട്ടങ്ങളെ പരിപാടി എടുക്കരുത്. ഏത് കയറുമ്പോ കഴിഞ്ഞോടെ പയർക്കമ്മള് നാളത്തെ നോമ്പ് മുറിഞ്ഞാത്ത ജാവി ആദ്യം ഒരു അൽഹംദുലില്ലാ പറയും. ഓ കാരണം കിട്ടിയല്ലോ. ഞാൻ എന്തായാലും നീച്ചു. ഇവിടെ ആണെങ്കിൽ 2 പായം എടുത്തോ നീച്ചെടുക്കാൻ പാടിണ്ടെങ്കിൽ. അല്ലാ ഗെയ്സ്, അങ്ങനെ കുറച്ചറിഞ്ഞ് വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ സലാമത്താളുള്ള പരിപാടി. നാളെ സുബൈക്ക് നീച്ചാണല്ലോ. ആൾക്ക് അലാരം വെച്ച് നീച്ചണം. അത്തായൊക്കെ കഴിച്ചാണ്ടേ ഇവിടെ ഒരുത്തം നോക്കണം. അത്തായം കഴിക്കൽ ഇപ്പം തന്നെ തുടങ്ങിയോണോ. സുബൈക്ക് നീച്ചണ്ടല്ലോ വെച്ചിട്ട് നീയത്ത് വെച്ചോണ്ട് ആണ് കിടന്നുറങ്ങുക. എന്നാൽ പിന്നെ ഒരു സുബൈക്ക് നീച്ചിട്ട് പിന്നെ ഒരു 8 മണിക്കാണ് നീച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആട്ടെ, ഉഷറാട്ടെ. ഏതായാലും നാളെ നോമ്പ് എല്ലാവരും ഉള്ളതൊക്കെ നല്ല നീറ്റിലാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഇന്ന് ഓക്കെ 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 സോറി. നാളെ മുതൽ വൈകുന്നേരം 6 മണിക്ക് ലൈവ് ഉണ്ട്. അഷൈഹുന ഇബ്രാഹിമുൽ ഖാദിരി ഒരു തോർക്കലോട് കൂടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നതാണ്.